വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിച്ച് അവിടുന്ന് സമൃദ്ധിയായി ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. അവിടുത്തെ സമാധാനത്താൽ ഞങ്ങളെ അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് ഇന്നിപ്പോൾ ഏവൻഗേലിയനായി നമ്മൾ വായിച്ചു കേട്ട ഭാഗം. ഒരു ന്യായശാസ്ത്രി ഒരു അന്വേഷണത്തിലാണ്. ഒരു നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? അതിൻ്റെ മറുപടി കർത്താവ് പറയുന്നുണ്ട്. അവനോട് തന്നെ ചോദിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ ഉത്തരം പറഞ്ഞു. അവനോട്, നീ പറഞ്ഞ പ്രകാരം ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ രണ്ടാമത്തെ ഭാഗം അവിടെ ആരംഭിക്കുകയാണ്. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരനാർ എന്ന് ചോദിച്ചതിന്. അപ്പം രണ്ട് ചോദ്യവുമായിട്ടാണ് ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്തുവായിരുന്നു? ഇപ്പം നമ്മൾ വായിച്ച് തീർന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം എന്തുവാ? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കലും മരിക്കാത്തതായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ഏജ് ഓവറാണെങ്കിലും ഏജ് കുറഞ്ഞാലും നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷത്തിൽ ഒരാളെങ്കിലും ചിലപ്പോൾ കണ്ടേക്കാം. കോടതികളിലൊക്കെയും സ്വന്തമായി മരിക്കുവാനുള്ള മേഴ്സി കില്ലിംഗ്, ദയാവധം അനുവദിക്കണം എന്നുള്ള കോടതിയുടെ കനിവിന് വേണ്ടി പല കോടതികളിലും കേസുകൾ നിലവിലുണ്ട്. എന്നാൽ ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള നമ്മളാരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മുടെ ആയുസ്സിനെ എടുക്കുമ്പോൾ മാത്രമേ മരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായി എങ്ങനെ തീരും എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാന ഒരു വലിയ കാര്യം നമ്മളെ ഫലമേൽപ്പിച്ചിട്ടാണ് ഭവനത്തിലേക്ക് നമ്മളെ വിടുന്നത്. ഈ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും പാപമോചനത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും നിത്യജീവനും സമാധാനവും നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. അവസാനത്തെ റൂഷ്മ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ബലഹീനനും ഭാവിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായം ലഭിക്കാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ എന്നാണ് അവസാനത്തെ റൂഷ്മ. അതിന് മുമ്പുള്ള ആ റൂഷ്മയുടെ ഭാഗം ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന ശ്രീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസയാൽ മുദ്രപ്പെട്ടിരിക്കുന്ന ഏവരുമേ ഈ തീർത്ത് നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും പാപങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന വെറുതെ അങ്ങ് കൈക്കൊള്ളുന്ന ഒരു ശുശ്രൂഷയല്ല. ഈ ശുശ്രൂഷയിൽ 4 പ്രധാന കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. നമ്മളെല്ലാവരും ബലഹീനരും പാപികളും രോഗികളുമാണ്. പൂർണ്ണതയിൽ ഉള്ളവർക്ക് ആർക്കും വിശുദ്ധ കുർബാന ആവശ്യമില്ല. എന്നാൽ യേശുക്രിസ്തു തലയോളം വളരുവാൻ വേണ്ടി പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. ആ പൂർണ്ണതയിലേക്കുള്ള യാത്ര അവസാനിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് അത് ആസന്നമായിരിക്കുമ്പോഴാണ്, അത് വരുമ്പോഴാണ് അത് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രോഗസൗഖ്യം ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും പാപമോചനം ഈ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിത്യജീവനും സമാധാനവും ഈ ശുശ്രൂഷയിലൂടെ ആരംഭിക്കുന്നു. ഇത് പറഞ്ഞ് ആശീർവദിച്ചിട്ടാണ് ആ കാർമികൻ അച്ഛനോ തിരുമേനിയോ നമ്മളെ പള്ളിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മരിച്ചു പോകാത്ത ഒരു ജീവിതം നമ്മുടെ മരണ ശുശ്രൂഷകളിൽ, ശവസംസ്കാര ശുശ്രൂഷയിൽ അത് തിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ് ക്രിസ്ത്യൻ ഹോപ്പ്.
മരണം കൊണ്ട് ഭൗതികമായിട്ടുള്ള ഒരു അവസാനമല്ല മരണം, എന്നാൽ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കേവലം മാനുഷ്യമായിട്ടുള്ള ഒരവസാനമായിട്ട് അത് പരിലഭിക്കുന്നു എങ്കിലും നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ടാണ് ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, ഈ പാനപാത്രം കുടിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും മനുഷ്യപുത്രൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഈ തിരുശരീര രക്തങ്ങളെ നമുക്ക് നൽകപ്പെടുകയാണ്. അതുകൊണ്ട് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും നൽകപ്പെടുന്ന വിലയേറിയ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മളെല്ലാവരും നിത്യജീവന്റെ അംശങ്ങളായി തീരുവാൻ വേണ്ടിയാണ്, ആ പ്രയാണത്തിലാണ് വിശുദ്ധ സംസർഗത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് അന്വേഷിക്കുന്ന ഒരു അന്വേഷണമാണ് ഇവിടെ, അതിൻ്റെ പരിസമാപ്തിയാണ് ഇവിടെ കാണുന്നത്. അന്വേഷണമാണ് ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും കാരണഭൂതമായി തീർന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. അവിടെ ഇന്ന് സഭ പഠിപ്പിക്കുന്നത് ദൈവജനം ദൈവരാജ്യ നിർമ്മിതിയിൽ പങ്കുവഹിക്കേണ്ടവർ എന്നുള്ളതാണ്. ദൈവരാജ്യ നിർമ്മിതിയിൽ ദൈവജനം എങ്ങനെ പങ്കുവഹിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാ പള്ളികളിലും എവൻഗേലിയൻ ഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഭാഗമാണ് അച്ഛന്മാരിന്ന് പ്രസംഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. The theme of Jesus' ministry was the kingdom of God. യേശു കഥകളിലൂടെയും ഉപമകളിലൂടെയും ചരിത്രത്തിലൂടെയും പ്രസ്താവനകളിലൂടെയും ധാരാളം കാര്യങ്ങൾ പ്രസ്താവിക്കുകയും പഠിപ്പിക്കുകയും അത്ഭുത രോഗസൗഖ്യം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ചിന്താവിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം എന്നുള്ളതാണ്. ദ തീം ഓഫ് ജീസസ് മിനിസ്ട്രി വാസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതാണ്. റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 17 വാക്യമാണെന്ന് ഈ ലേഖന ഭാഗമായിട്ട് വായിച്ചത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രമേ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വായിച്ചതായിട്ടുള്ള ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനുള്ള ഒരു ഭാഗമാണ് വായിച്ചത്. ലൂക്കോസ് എഴുത്തുകാരനെ അറിയപ്പെടുന്നത് ദ ഗോസ്പൽ ഫോർ ദി പുവർ എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം എന്ന് പറയുന്നത് ദ ഗോസ്പൽ ഫോർ ദി പുവർ എന്നുള്ളതാണ്. പാവങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതായിട്ടുള്ള ഒരു സുവിശേഷമാണ് ലൂക്കോസ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം മറ്റു സുവിശേഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ചിന്തിച്ചാൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ കിടക്കുന്നതായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. നഷ്ടപ്പെട്ടു പോയ 2 പുത്രന്മാർ വായിച്ചിട്ടുണ്ടോ? ഇവിടെ പെമ്പിള്ളേരെല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് നോക്കും, ഞാൻ അവിടെ ചൊറിയുന്നത് ഇങ്ങോട്ട് നോക്കിയിട്ട്, നഖം ചൊറിയാനുള്ള സമയമാണ്, ഇങ്ങോട്ട് നോക്കിയിട്ട്. ഇനി അത് കഴിഞ്ഞ് 11 മണിക്ക് ഇവിടെ തീരുമല്ല, സമയം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പോലെ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ. ഇപ്പം നിങ്ങൾ ശരീരം പള്ളിയിൽ ഇരിക്കുന്നെങ്കിലും മനസ്സെല്ലാം അങ്ങ് ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും സ്വിറ്റ്സർലൻഡിലും എല്ലാവരും +2 കഴിഞ്ഞ് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ഭാഗം. അവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം പാവങ്ങളായിട്ടുള്ള ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. നഷ്ടപ്പെട്ടു പോയ 2 പുത്രന്മാർ. ആ നഷ്ടപ്പെട്ടു പോയ 2 പുത്രന്മാരെ കുറിച്ച് നമ്മൾ അവർക്ക് ഓമനപ്പേരിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തുവാ അത്? മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിച്ച് നമ്മൾ മുടിഞ്ഞു പോകണമെന്ന അർത്ഥം ആണോ? അത് സ്നേഹവാനായ ഒരു പിതാവിൻ്റെ ഊമയെന്നാണ് അതിൻ്റെ അർത്ഥം. ദ പാരബിൾ ഓഫ് എ പ്രൊഡിഗൽ സൺ, അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ആ പ്രൊഡിഗൽ സണ്ണിനെ പോലെ നമ്മൾ ആയിത്തീരുവാനല്ല. പ്രൊഡിഗലായിട്ട് ജീവിച്ചു, നഷ്ടപ്പെട്ടു പോയി, മുടിഞ്ഞെല്ലാം നശിച്ചു, വരുന്ന സമയത്ത് തിരിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന സ്നേഹവാനായ ഒരു പിതാവിനെ കുറിച്ചാണ്. ദ പാരബിൾ ഓഫ് എ ലവിങ് ഫാദർ, അതാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ 2 പുത്രന്മാരെ കുറിച്ച് കാണാതെ പോയ ബ്രഹ്മ കണ്ടെടുക്കുന്ന, അതിന് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു വിധവയായ സ്ത്രീ ദേവാലയത്തിൽ വന്ന് 2 കാശ് സ്തോത്രകാഴ്ചയായിട്ടിട്ട അനുഭവം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം.
അത് പാവങ്ങളായിട്ടുള്ള ആളുകൾ, അടിച്ചമർത്തപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അന്യപ്പെട്ടു പോയതായിട്ടുള്ള ആളുകൾ, അവരെല്ലാം പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു സുവിശേഷമായതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ നമ്മൾ എന്താ പറയുന്നത്, ദ ഗോസ്പൽ ഫോർ ദി പുവർ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിത്യജീവന്റെ അവകാശം എളുപ്പത്തിൽ നേടാനുള്ള ഒരു അന്വേഷണത്തെയാണ് യേശു ചോദ്യം ചെയ്യുന്നത്. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വന്നില്ല എങ്കിലും എളുപ്പത്തിൽ ചില കാര്യങ്ങൾ നേടുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അന്വേഷണധരയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. സൂത്രത്തിൽ കാര്യങ്ങൾ നേടുവാനുള്ള ഒരു താല്പര്യം, സൂത്രവിദ്യകളിലൂടെ കാര്യങ്ങൾ നേടുക. ഇന്ന് ലോകത്തിൻ്റെ ഗതി നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ മറവിലാണ് എല്ലാ തിന്മകളും ഇന്ന് നിലനിൽക്കുന്നത്. ഈ തിന്മകളെയും അധാർമികമായ ജീവിത സാഹചര്യങ്ങളെയും വഴിപിഴച്ച ജീവിതത്തെയും മറയാക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ പേരിൽ മനുഷ്യൻ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരുമല്ല, ഒരു ചെറിയ വിഭാഗമെങ്കിലും അതിനുവേണ്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂത്രത്തിലൂടെ എനിക്ക് എങ്ങനെ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും, എനിക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. അതിൻ്റെ പ്രതീകമായിട്ടാണ് ന്യായശാസ്ത്രി വന്നിട്ട് പറയുന്നത്, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. വെറും ചോദ്യമല്ല, ഒരു പരീക്ഷണ ചോദ്യമാണ് ചോദിച്ചത്. അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നും, അതുകൊണ്ട് നിത്യജീവനെ അവകാശമായി തീരണമെങ്കിൽ സ്നേഹം അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് വായിച്ചതായിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അറിയാം, സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഒരുപാട് സ്നേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്നേഹം, അയൽക്കാരനും തമ്മിലുള്ള സ്നേഹം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം, നമ്മുടെ അടുത്തിരിക്കുന്ന കൂട്ടുവിശ്വാസിയും തമ്മിലുള്ള സ്നേഹം, നമ്മൾ വളർത്തുമൃഗങ്ങളും കിളികൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും, അതുപോലെ തന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റ് അനിമൽസിനും നമ്മളോടുള്ള സ്നേഹം, അതെല്ലാം വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ള സ്നേഹമാണ് ഏറ്റവും വലിയൊരു സ്നേഹം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് കാണുന്നത്. അഗാപ്പേ സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ആ സ്നേഹം, അതിനെ അഗാപ്പേ ലവ് എന്നാണ് പറയുന്നത്. ഗോഡ്സ് ലവ് ടു ദി വേൾഡ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു സ്നേഹം ലോകത്തിലെങ്ങും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇനി രണ്ടാമത്തെ ന്യായശാസ്ത്രിയുടെ ചോദ്യമാണ്, കൂട്ടുകാരൻ ആർ? നമ്മൾ പള്ളി വരുമ്പം ഒരു കാര്യം ചോദിക്കും, എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം. ഇതിനെല്ലാം ഉത്തരമാണ് യേശു പഠിപ്പിക്കുന്നത്. ആ കഥയിൽ യേശുക്രിസ്തു പറയുകയാണ്, ഒരു മനുഷ്യൻ എവിടെ നിന്ന് എവിടേക്ക് പോയി? യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയി. ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ആ മനുഷ്യനെ മർദ്ദിച്ച് അവശനാക്കി അവൻ്റെ കയ്യിൽ നിന്ന് പണമെല്ലാം വാങ്ങിച്ച് അവനെ അർത്ഥപ്രാണനായി മൃതപ്രാണനായി അവിടെ തള്ളിയേച്ച് പോയി. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടക്കുന്ന ഒരു കാര്യമാണ് യേശു പറഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു പറഞ്ഞത് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ 2 മിനിറ്റിലും ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിന് വെളിയിലേക്ക് ഞാൻ വിഷയം വിടുകയാണ്, കേരളത്തിൽ പോലും നടക്കുന്ന ഓരോ 2 മിനിറ്റിലും ഓരോ 5 മിനിറ്റിലും ഓരോ മണിക്കൂറിലും നടക്കുന്ന ഓരോ വിഷയങ്ങളാണ് പത്രങ്ങളിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ബിസിനസ്സുകാർ, അനേക ചെറുപ്പക്കാർ, അനേക പണമുള്ള ആളുകൾ, പണമില്ലാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വിധേയമായി അർത്ഥപ്രാണരായി അവരെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അനുഭവം. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന സമയത്ത് 2 പേര് ആ വഴി വരുന്നുണ്ട്. 3 പേര് വരുന്നുണ്ട്. 2 പേരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ 2 പേര് ആരൊക്കെയാ? ഒരാൾ ഒരു പുരോഹിതനാണ്, പിന്നെ രണ്ടാമത്തെ ആള് ഒരു ശുശ്രൂഷകനാണ്, അല്ലേ? എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ട്.
ഇപ്പോൾ എളമ്പ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്ന ഒരച്ഛൻ കൊട്ടാരക്കര എന്നാണ് വരുന്നത്. കൊട്ടാരക്കര നിന്ന് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് 8:30 മണിക്ക് ഇവിടെ എത്തണം, മധുവായിൽ കയറണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം. 9 മണിക്ക് കുർബാന ആരംഭിക്കും. അപ്പോൾ കുന്നിക്കോട് വന്നപ്പോൾ 8 മണിക്ക് കുന്നിക്കോട് വന്നപ്പോൾ ഒരാൾ ഇങ്ങനൊരു സീനറിയിൽ കിടക്കുക. ആ അച്ഛൻ വണ്ടി നിർത്തി ആ മനുഷ്യനെ ആ കാറിനകത്ത് കയറ്റി കൊട്ടാരക്കര ആശുപത്രി കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര മണിക്കൂർ എടുക്കും? അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ മനോഭാവം എന്തായിരിക്കും? 2 മാസത്തിനകം ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജിലും ഓരോരുത്തരുടെയും സ്വഭാവത്തിലും എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ അത് പേടിച്ചാണ് ആ പുരോഹിതൻ എന്ത് ചെയ്തത്? അതിന് തുനിയാതെ ശുശ്രൂഷ എടുക്കാൻ പോവുക. ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാൻ പാടില്ല. വഴി കിടക്കുന്നതിനെ എടുത്ത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 3 മണിയെങ്കിലും ആവും തിരിച്ചു വരാൻ, അല്ലെങ്കിൽ 12 മണിയെങ്കിലും കുർബാന കഴിയുന്ന സമയമാകും. അപ്പോൾ ആ മനുഷ്യൻ അച്ഛൻ എന്ത് ചെയ്തു? ജനങ്ങളെ പേടിച്ച് അത് ചെയ്തില്ല. നിങ്ങൾ തന്നെ ശാന്തമായി ചിന്തിക്കണം. ഇപ്പോഴാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ കത്തിയതെന്ന് എനിക്ക് മനസ്സിലാക്കാം, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. രണ്ടാമത്, നമ്മുടെ ഭാവിച്ചാൻ വരികയാണ്. ഭാവിച്ചാൻ വരുന്ന സമയത്തും ഇത് അദ്ദേഹത്തിന് വണ്ടിയും വെള്ളമൊന്നും ഇല്ല. അവിടെ തിരിഞ്ഞുപോലും നോക്കാതെ കേസാവെന്ന് വിചാരിച്ച് അദ്ദേഹം 1 കിലോമീറ്ററൂടെ മാറി നടന്ന് അദ്ദേഹവും പള്ളിയിൽ പോയി. അദ്ദേഹം സമയത്ത് വന്നില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അച്ഛൻ എന്തോ ചെയ്യും? അദ്ദേഹത്തെ ചടിക്കത്തില്ലേ? അപ്പോൾ ഇവിടെ വെള്ളം എടുത്ത് വെച്ചില്ലയോ, അപ്പോൾ എടുത്ത് വെച്ചില്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ചടിക്കും. അദ്ദേഹവും പേടിച്ച് പാവം അച്ഛൻ പറയുന്ന പോലെ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് പോയി. ഈ 2 സംഭവം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, എനിക്കൊരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ നമുക്ക് ചില മറുപടികളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആ സീനറി എന്ന് പറയുന്നത് അവരെ പ്രചോദിതമാക്കിയത് ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഈ ആരാധന മനോഭാവം അവരുടെ ഉള്ളിൽ അങ്കരിച്ചു. ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിധേയപ്പെടുന്നതായിട്ടുള്ള ആ ജീവിത രീതി ആ പുരോഹിതനെയും ആ ശുശ്രൂഷനെയും ബാധിച്ചതുകൊണ്ട് അവർ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖാന്തരം അവരെന്ത് ചെയ്തില്ല? ആ ദൗത്യത്തിന് തുനിഞ്ഞില്ല. അവരവരുടെ ജോലിക്ക് പോയി. എന്നാൽ ആ വഴി ഒരാൾ വന്നു. ആ മനുഷ്യൻ ആരായിരുന്നു? ഒരു ശമരിക്കാരനാണ്. യഹൂദനും ശമരിക്കാരും തങ്ങളിൽ വലിയ ശത്രുതയാണ്. യഹൂദന്മാർ ശമരിക്കാരെ ശത്രുവായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആപത്തിൽ സഹായിച്ചു. ആര് സഹായിച്ചു? ശത്രുതയുള്ള ഒരു മനുഷ്യന് അർത്ഥപ്രാണനായി കിടന്നപ്പോൾ ആപത്തിൽ സഹായിച്ചത് ആരാണ്? ശമര്യക്കാരനാണ്. ശത്രു എന്ന് കരുതിയ ശമര്യക്കാരനാണ് സഹായിച്ചത്. അതിനവസാനം ഇവിടെ പറയുന്നത് ശമര്യക്കാരൻ എന്നുള്ള മറുപടി പറയുന്നില്ല. പിന്നെ എന്തിനു മറുപടിയാണ് പറയുന്നത്? നിന്നോട്, ആ മനുഷ്യനോട് കരുണ കാണിച്ചവൻ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. സഹതാപം എന്ന് പറയുന്നത്, ദയയും സഹതാപവും എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമായിട്ടുള്ള ചില പ്രവൃത്തിയിലാണ് ഒഴിഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ വാക്കുകളിലും സഹതാപവും ദയയും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. എന്നാൽ അത് കേവലം ചില വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, പിന്നെയോ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് കാണിക്കേണ്ടത്. നമ്മളിന്ന് 3-ാം ഞായറാഴ്ച നമ്മളിന്ന് ദശാംശ സത്രാഴ്ച എടുത്തു. എല്ലാവരും ദശാംശം സമർപ്പിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സാധുവിന് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ പലരും AC മുറിയിലും നല്ല വിശാലമായ മുറികളിലും 8 മുറികളുണ്ട്, താഴത്തെ നിലയിലും മേളത്തെ നിലയിലും, അല്ലെങ്കിൽ 6 മുറിയുണ്ട്. 1 മുറി മതി നമുക്ക് ഉറങ്ങാൻ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കഴിയുമ്പോൾ ഒരു അന്തി ഉറങ്ങാൻ സ്ഥലമില്ലാത്ത, ഒരു അന്തി ഉറങ്ങുവാനുള്ള ഒരു മുറിയില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ 3 ഭവനങ്ങൾ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവരുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്തവരുണ്ട്, സ്വന്തമായി കെട്ടിടമില്ലാത്തവരുണ്ട്. നമ്മുടെ സമീപങ്ങളിൽ ധാരാളം ഭവനങ്ങളും കൊണ്ടുണ്ട്. നമ്മുടെ ഭദ്രാസനം എപ്പിസ്കോപ്പ തീത്തോസ് തിരുമേനി ഇപ്പോൾ അച്ഛന്മാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഭവനമില്ലാത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അവിടെ നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അഭയം ഭവനദാന പദ്ധതിയിലൂടെ പത്രാപലിത തിരുമേനി 100 കണക്കിന് ഭവനങ്ങൾ സഭയിലെ ദരിദ്രരായ ആളുകൾക്കും വെളിയിലുള്ള ആളുകൾക്കും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അന്തി ഉറങ്ങുവാൻ സ്ഥലമില്ലാത്തവരായി ആരും ഉണ്ടാകരുത് എന്നുള്ളതാണ് സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇന്ന് കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കഴിയാത്തതായിട്ടുള്ള ആളുകളുണ്ട്. ഏതാണ്ട്
3-3.5 ലക്ഷം ആളുകൾ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കഴിയാനുള്ള ഒരു ഭാഗ്യമില്ലാതെ കഴിയുന്നവരായിട്ടുണ്ട്. വാസയോഗ്യമായ വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളും സഹതാപവും ദൈവമൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല, അത് പ്രവൃത്തിയിലും പ്രവൃത്തിക്കപ്പുറമായി അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ശമരിക്കാരൻ അവൻ അവിടെ വേണ്ട ഫസ്റ്റ് എയ്ഡ് ശുശ്രൂഷകളെല്ലാം ചെയ്തു, അടുത്തുള്ള ഹോസ്പിറ്റലിലാക്കി. എന്നിട്ട് 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തു. അന്നത്തെ രാത്രി മുഴുവൻ അവനെ പരിചരിച്ചു. എന്നിട്ട് ആ സത്ര ഉടമയോട് പറഞ്ഞു, എന്തെങ്കിലും കൂടുതലായി വേണ്ടി വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ നൽകാം എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. ഇന്ന് മനുഷ്യൻ്റെ ദുരന്തങ്ങൾ വിനോദങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എവിടെയെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആ പാവപ്പെട്ടവനെ, അർത്ഥപ്രാണനായി മരണത്തോട് മല്ലടിക്കുന്നവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അവൻ്റെ പടം മൊബൈലിലെടുത്ത്, അവൻ പ്രാണവേദനയോടെ പിടയുന്നത് മൊബൈലിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ കാണിച്ച്, അല്ലെങ്കിൽ ഭർത്താവിനെ കാണിച്ച്, കുടുംബാംഗങ്ങളെ കാണിച്ച് ഉല്ലസിക്കുന്ന നെറികെട്ട, കാരുണ്യം മറ്റിപ്പോയ, കഠിനഹൃദയരായ, പൈശാചിക ബന്ധങ്ങളിൽ കഴിയുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പത്രങ്ങളിലൂടെ എത്രയോ വാർത്തകൾ നമുക്കങ്ങനെ കാണാൻ കഴിയും. അർത്ഥപ്രാണനായി മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യൻ്റെ ഫോട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ കാണിച്ച് മറ്റുള്ളവൻ്റെ ദുരന്തം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള, വിനോദമായി മാറുന്ന, ദയയില്ലാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിരുന്ന ഒരു സ്ഥലത്ത്, വടക്കേ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ടാറ്റ കമ്പനി ജോലിയുള്ള ഒരു അച്ചായന് ഏക മകൻ, അവൻ പഠിക്കുവാനായിട്ട് പോയി. അച്ചായന് ഇങ്ങനെ ഫാക്ടറിയിൽ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് പഞ്ച് ചെയ്യാനായിട്ട് വളരെ വേഗം ഇങ്ങനെ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തും മടക്ക യാത്രയിലുമൊക്കെ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ജനക്കൂട്ടം അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാൽ പെട്ടെന്ന് പോകാനുള്ള ധൃതിയിൽ, പഞ്ച് ചെയ്യാനുള്ള വിപ്രാളത്തിൽ ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം ടു ആൻഡ് ഫ്രോ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കിടന്ന ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കിടന്നത് തൻ്റെ ഏക മകനാണ് എന്ന് അദ്ദേഹം ഓർത്തത്. ഞാനവിടെ ശുശ്രൂഷകനായിട്ട് ചെന്നപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് ഇടവന്നു. വളരെ സഹതാപത്തോടും വേദനയോടും കൂടി അച്ഛന് എന്നോട് സംസാരിച്ചത് ഞാൻ ഇപ്പോഴത്തെ ഓർക്കുകയാണ്. കാരണം ആ മകൻ പിടഞ്ഞ് മരിക്കുമ്പോൾ, ആ അർത്ഥപ്രാണനായി അവിടെ കിടക്കുമ്പോൾ ആ പിതാവ് അറിഞ്ഞില്ല അവിടെ കിടക്കുന്ന ആരാണെന്ന് ആ പിതാവ് അറിഞ്ഞില്ല. ജോലിയുടെ സമ്മർദ്ദങ്ങൾ മുഖാന്തരം, മനുഷ്യമായ പല ബലഹീനതകൾ മുഖാന്തരം ആ മനുഷ്യൻ ഓടുകയാണ്. എന്നാൽ മടങ്ങി വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എല്ലാവരും കണ്ടു എന്നല്ലാതെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. കരുണകൾ വറ്റിപ്പോയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായി തീരുവാൻ നമുക്കൊരുങ്ങണമെങ്കിൽ വാക്കും പ്രവർത്തനവും തമ്മിൽ വളരെ യോജിപ്പ് ഉണ്ടായിരിക്കണം. വാക്കുകളിൽ മാത്രമുള്ള ദയയല്ല, സഹതാപമല്ല, കാരുണ്യമല്ല, പ്രവൃത്തിയിൽ അത് കാണിക്കുവാനായിട്ട് ഇടപെടണം. അങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ ചേരുന്നത്. നിന്റെ കൂട്ടുകാരൻ ആർ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി അവിടെ ലഭിക്കുകയാണ്. അവനോട് കരുണ കാണിച്ചവൻ എന്നുള്ള ഒരു മറുപടിയാണ് ലഭിക്കുന്നത്. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരൻ ആരാണ്? എളമാവ് യെരുശലേം പള്ളിയിൽ ആരാധനയ്ക്ക് 50 വർഷം കൊണ്ടുവരുന്നവർ, 30 വർഷം കൊണ്ടുവരുന്നവർ, 60-70 വർഷം കൊണ്ടുവരുന്നവർ ആരാണ് എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ എന്നുള്ള ചോദ്യം. എന്നോട് കരുണ കാണിച്ചവനുണ്ടോ? അങ്ങനെ എത്രയോ സാക്ഷ്യം ഇവിടെ നമുക്ക് പറയാൻ കഴിയും. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പരിമിതികളിലും എന്തിനേറെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിവൃത്തികേടുകൊണ്ട് അതിനെ സഹായിച്ച ആളുകളെയും ഇവിടെ സാക്ഷ്യം പറയുന്നവരുണ്ട്. കരുണ കാണിച്ചവൻ, അത് ചെറിയ രീതിയിലല്ല, പല രീതിയിൽ കരുണ കാണിച്ചവൻ. അതുകൊണ്ട് ആ രീതിയിൽ കരുണയുള്ളവരായി തീരുവാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കും ഒരാൾക്ക് കേട്ട വേനത്തെ ഓർത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.